ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കുന്നത്. ഇത് സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീർ എടുത്തിട്ടുണ്ട്. അത് മിൽക്കി മിസ്റ്റിൻ്റെ മലായ് പനീർ ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 സബോള തോല് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ പുളിയില്ലാത്ത തക്കാളി എടുക്കണം. ഒരു ക്യാപ്സിക്കം വേണം. പിന്നെ വേണ്ടത് 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ അളവ് കൂടരുത്. ക്യാപ്സിക്കം നിർബന്ധമില്ല, താല്പര്യമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഒന്ന് കടിക്കാൻ നല്ലതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 25 ഗ്രാം ഉണ്ട്. ഇതൊരു 10-15 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് സവോള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. അങ്ങനെ 2-3 ട്രിപ്പായിട്ട് എല്ലാതും അടിച്ചെടുക്കണം. അതുപോലെ തന്നെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാം. അതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4-5 പച്ചമുളക് നടുകീറി ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് 2-3 മതിയാവും. ഇത് എരിവ് കുറഞ്ഞതും അതുപോലെ ചെറുതൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ 4-5 എടുത്തത്. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പല്ലേ ഉള്ളൂ, അപ്പോൾ അത് അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കറിയിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാവുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ എല്ലാവരും പനീർ ബട്ടർ മസാല തയ്യാറാക്കുമ്പോൾ സബോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷമാണ് മിക്സിയിലിട്ട് അടിച്ചൊഴിക്കാറുള്ളത്. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം.
ക്യാപ്സിക്കം ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സാധാരണ പനീർ ബട്ടർ മസാലയിൽ ക്യാപ്സിക്കം ഇടാറില്ല. ഇതിൽ ഞാനൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കാഷ്യൂനട്ട് അരച്ചെടുത്തിട്ട് ആ ജാറൊന്ന് കഴുകിയെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ വല്ലാണ്ട് കട്ടയായിട്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചാണ്. ഇതിപ്പോൾ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തിരുമ്മി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഇത് ചേർത്തില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഫ്രഷ് ക്രീം ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷ് ക്രീം പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ അത് ചേർത്തില്ല എന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ലാസ്റ്റ് മേലെ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 സ്പൂൺ ബട്ടറും കൂടി മേലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തി, പൂരി, പുലാവ് എന്നിങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.